ഇന്നത്തെ റെസിപ്പി ചിക്കൻ കുറുമ. അതിനായി ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 10-15 കാഷ്യൂ ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. അതിപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ അത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 3 മീഡിയം വലുപ്പത്തിലുള്ള സബോള ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുക. കരിഞ്ഞു പോവാതെ ഗോൾഡൻ കളറാക്കി എടുക്കണം. ഇപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതും മാറ്റി വയ്ക്കുക. അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായാൽ 3 കരയാമ്പൂ, 3 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്യാമറ ഓഫായിപ്പോയി. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതൊരു മിനിറ്റ് നേരം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് സബോളയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. സബോള നമ്മൾ അരച്ച് വെച്ചില്ലേ അത്. എന്നിട്ട് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുക്കണം. സബോളയുടെ പച്ചക്കുത്തൊക്കെ വിടണം. അതിലത്തെ വെള്ളമൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 പാല് ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് 2 പാലും 1 കപ്പ് 1 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് എല്ലോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം വാഷ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് കറി ഒന്ന് വറ്റി വന്നതിന് ശേഷം മിക്സിയിൽ കാഷ്യൂ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിക്കായി വരും. അപ്പോൾ അതേ തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 പാല് ചേർത്ത് കൊടുക്കുക.
ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണ്ട, ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അതിനായി ഒരു പാന് സ്റ്റൗവിൽ വെക്കുക. ചൂടായാൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂ വറുത്തെടുക്കാം. ഇത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ പെരിഞ്ജീരകം മുഴുവനോട് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് റോസ്റ്റാക്കി എടുക്കുക. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി ചിക്കൻ കുറുമയാണ്. നെയ്ച്ചോറ്, പത്തിരി, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അടിപൊളി കറിയാണ്. താങ്ക് യു.